ഈ മലയാളികളെല്ലാം ആമോദത്തോടെ വസിച്ച കാലം. അന്ന് ഭരിച്ചത് മഹാബലി ചക്രവർത്തി. മഹാബലി ചക്രവർത്തിക്ക് അതിർവരമ്പുകളുണ്ടോ? മാവേലി നാട് വാണിടും കാലം ഉണ്ടായിരുന്നു എന്നാണ് സംഘചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. കേട്ടിട്ടില്ലേ? സംഘ കൃതികൾ, മുതൽ ചങ്കം, ഇടൈച്ചങ്കം, കടൈച്ചങ്കം, ഇതെല്ലാം സംഘ മധുര കേന്ദ്രീകൃതമായി പ്രവർത്തിച്ചിരുന്ന സംഘ കവികൾ, സാഹിത്യകാരന്മാർ അവർ ചേർന്ന് എഴുതിയുണ്ടാക്കിയ, പല കാലങ്ങളിലായി പ്രസിദ്ധീകരിച്ച, അല്ലെങ്കിൽ പല കാലങ്ങളിലായി വാമൊഴിയായും മറ്റും ഔവ്വയാർ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ പാലൈ ഗൗതമനാർ, ഇങ്ങനെയൊക്കെയുള്ള മഹാകവികൾ പാടിയ പാട്ടുകൾ. അത് അക 400, പുറ 400. അകം എന്ന് പറഞ്ഞാൽ ഈ അകത്ത്, അതായത് ആഭ്യന്തരമായ വ്യവസ്ഥകൾ, പ്രേമജീവിതം, ലൈംഗിക ജീവിതം, സാമൂഹ്യ ജീവിതം, ആഹാര രീതി, വസ്ത്രധാരണ രീതി, ബന്ധങ്ങൾ, കുടുംബം, ഇതെല്ലാം തന്നെ പ്രതിപാദിക്കുന്ന സംഘകൃതിയാണല്ലോ അക 400. അതുപോലെ പുറ 400, വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട പുറ 400. ഇങ്ങനെയാണ് കുട്ടുവന്മാർ, നമ്മുടെ രാജാക്കന്മാരെ നമ്മൾ വിളിച്ചിരുന്നത്, ചേര രാജാക്കന്മാരെ വിളിച്ചത് കുട്ടുവൻ എന്നാണ്. കുട്ടുവൻ എങ്ങനെയാണ് വിദേശ വ്യാപാരം, കുരുമുളക് ഉൾപ്പെടെയുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്? ചേര ചോള യുദ്ധങ്ങൾ, ചോള പാണ്ഡ്യ യുദ്ധങ്ങൾ, ഇങ്ങനെയുള്ള യുദ്ധങ്ങളുടെ കണക്കുകൾ, ഇതെല്ലാം തന്നെ പ്രതിപാദിക്കുന്ന 400 കവിതകളുടെ സമാഹാരമാണ് പുറ 400. 10 കേരളത്തിന്റെ 10 രാജാക്കന്മാർ, ആദിമ നൂറ്റാണ്ടുകൾ, പ്രത്യേകിച്ച് AD 1-ാം നൂറ്റാണ്ട് മുതൽ 3-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്ത് ചേര 1-ാം ചേര സാമ്രാജ്യം ജ്വലിച്ചു നിന്ന കാലഘട്ടത്തിൽ ആദ്യ രാജാവ് ഉദിയൻ ചേരലാതൻ, പിന്നീട് നെടും ചേരലാതൻ, പെരുംചേരൽ ഇരുമ്പുറൈ, ഇളം ചേരൽ ഇരുമ്പുറൈ, മാന്തരൻ ചേരൽ എന്ന് വേണ്ട ചേരൻ ചെങ്കുട്ടുവൻ എന്നൊക്കെ പറയുന്ന വലിയ വിഖ്യാതരായ ചേര രാജാക്കന്മാരുടെ ഇതിഹാസ കഥകൾ, 10 കവിതകൾ 10 വോള്യങ്ങളായി 10 എന്ന രൂപത്തിൽ കവിതകളാണ്. ഇതെല്ലാം കോരിത്തെരിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. ഇവിടെല്ലാം കാണുന്ന ഒരു മഹാബലിയുണ്ട്, ഒരു ത്രെഡുണ്ട്. മഹാബലി എന്ന പേര് അവിടെ ഇല്ല. മഹാബലി എന്ന പേര് ഐതിഹ്യത്തിൽ നിന്ന് വരുന്നതാണ്. മഹാബലി എന്നൊരു പേര് അവിടെ ഇല്ല എങ്കിൽ പോലും ആ കാലഘട്ടത്തിന്റെ ഉജ്ജ്വലമായ ഓർമ്മകൾ, ജാതി ഇല്ലാത്ത കാലഘട്ടം, തിണകളിൽ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലഘട്ടം, ഐൻ തിണൈ, നാ നിലം എന്നോ ഐൻ തിണൈ എന്നോ പറയുന്ന 5 തിണകൾ, സമുദ്രതീരം, നെയ്തൽ നിലം, അവിടെ ഉണ്ടായിരുന്നത് ഉമണർ, ഉപ്പ് കുറക്കി ജീവിക്കുന്ന ഉമണർ, മീനവർ, മീൻ പിടിച്ച് ജീവിക്കുന്ന മീനവർ, വല നെയ്ത് ജീവിച്ചിരുന്ന പരതവർ, അതുപോലെ വലയർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ. അതാണ് നെയ്തൽ നിലത്തിന്റെ ജീവിതം. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെക്കാൾ മേലെയോ കീഴെയോ ആയിരുന്നില്ല. അവിടെ മേലോർ എന്നും കീഴോർ എന്നുമുള്ള പദപ്രയോഗങ്ങൾ സംഘകൃതികളുണ്ടെങ്കിലും ആരും യഥാർത്ഥത്തിൽ ഉപരിവർഗങ്ങളോ അടിസ്ഥാന വർഗങ്ങളോ ആയിരുന്നില്ല. മണ്ണിന്റെ ഉടമകളായിരുന്നു എല്ലാവരും. ഇനി കുറച്ചുകൂടെ കിഴക്കോട്ട് പോയി മരുത നിലത്തിലേക്ക് വരുമ്പോൾ, നദീതീരത്തേക്ക് ഫെർട്ടിലൈസ്ഡ് ഒരു ലാൻഡാണ്, ഫെർട്ടൈൽ ലാൻഡാണ്. അത് തമിഴ്നാട്ടിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. തമിഴകം എന്ന് പറയുമ്പോൾ അത് ചോളനാട്, അതൊക്കെ തമിഴ്നാടാണ്. കിഴക്കൻ തമിഴ്നാടാണ്, തെക്കൻ തമിഴ്നാടാണ് പാണ്ഡ്യനാട്. ഇവിടെ എല്ലാം തന്നെ നിലങ്ങളുണ്ട്. അതായത് കാവേരി ഡെൽറ്റ ഉണ്ട്. കേരളത്തിലാണെങ്കിൽ പെരിയാർ, അന്നത്തെ ചൂർണിയാർ എന്ന് പറയുന്ന പെരിയാർ, അന്നത്തെ ഭാരതപ്പുഴ അതുണ്ട്. അത് പൊന്നാനി ഭാഗത്ത് അവസാനിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഒന്നാന്തരം തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങ് വടക്ക് കണ്ണൂർ തുറമുഖം, നൗറ എന്ന് പറയും. പന്തലായി കൊല്ലം കോഴിക്കോട് ഭാഗത്താണ്. അതുപോലെ തിണ്ടിസ് എന്ന് പറയുന്ന ഒരുപക്ഷെ പൊന്നാനി ആയിരിക്കാം ഏറ്റവും വലിയ ദക്ഷിണേഷ്യയിലെ, പ്രത്യേകിച്ച് ലോകത്തെ തന്നെ 2ാമത്തെ വലിയ തുറമുഖമായി അന്ന് കരുതപ്പെട്ടിരുന്ന മുച്ചിറി പട്ടണം, പെരിയാർ നദി, അതായത് ചൂർണിയാർ 3 ചിറിയായി അറബിക്കടലിലേക്ക് പതിക്കുന്ന മുച്ചിറി പട്ടണം. ആ പട്ടണം റോമൻ കപ്പലുകൾ വൻതോതിൽ വന്നിരുന്ന ഒരു ഇടമാണ് ആ മുച്ചിറി പട്ടണം. ആ പട്ടണത്തെ ചുറ്റിപ്പറ്റിയുള്ള ജീവിതങ്ങൾ. തെക്കോട്ട് വരുമ്പോൾ പുറക്കാട് 1-ാം തുറമുഖമായിരുന്നു, ബൊക്കറൈ. അവിടെ നിന്ന് അകത്തെ കപ്പലുകൾ കയറി കഴിഞ്ഞാൽ ഉൾനാടൻ തുറമുഖമുണ്ട്. നിരണമൊക്കെ തുറമുഖം ആയിരുന്നു അന്നത്തെ കാലത്ത്. ഒരു 2 സഹസ്രാബ്ദം മുമ്പുള്ള കാലമാണ്, 2000 വർഷം മുൻപുള്ള ഒരു കേരളമാണ്. തെക്കോട്ട് വരുമ്പോൾ ബലിത, അത് വർക്കലയാക്കണം. കുമാരി, അത് കന്യാകുമാരിയാണ്. വിഴിഞ്ഞം അന്നത്തെ തുറമുഖമാണ്, അല്ലെ? ആണ്ടിരന്റെ ഒക്കെ തുറമുഖമാണ്. ഈ കാലഘട്ടത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം, സ്വാഭാവിക തുറമുഖം. ഇങ്ങനെയൊക്കെയുള്ള തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. മാലോകരെല്ലാം ഒന്നുപോലെ ട്രേഡിൽ ജീവിക്കുന്നു. ഈ മരുതനിലത്തിലേക്ക് വരുമ്പോൾ മരുതത്തിൽ ആരാണ്? ഉഴവരാണുള്ളത്. ഉഴുത് ജീവിക്കുന്ന, ഒരുപക്ഷെ അവരുടെ പിൻഗാമികളാകാം ഈഴവർ. അവർക്ക് ഈലവുമായി ബന്ധമുണ്ട്, ശ്രീലങ്കയുമായി ബന്ധമുണ്ട്. ഉഴവരും തൊഴുവരുമാണ്. തൊഴുവരെന്താണ്?
ഉണങ്ങിയ നിലത്തിൽ കൃഷി ചെയ്യുന്നവർ തൊഴുവരും, വെറ്റ് ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന നെല്ലിനങ്ങൾ ഉൾപ്പെടെ കൾട്ടിവേറ്റ് ചെയ്യുന്നവർ ഉഴവരും. വളരെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചു. ഉമണർ കൊണ്ടുവരും ഉപ്പും നെല്ലും നേർകൊള്ളീരോ, അതായിരുന്നു അന്നത്തെ നിയമം. അതായത് ഒരു ക്വാണ്ടിറ്റി ഉപ്പിന് അതേ ക്വാണ്ടിറ്റി നെല്ല് പകരമായി ബാർട്ടർ സിസ്റ്റം. അതേസമയം നാണയങ്ങൾ ഉണ്ടായിരുന്നു. റോമൻ നാണയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജൂലിയസ് സീസറിന്റെയും അഗസ്റ്റസ് സീസറിന്റെയും ഒക്കെ നാണയങ്ങൾ രൂപമാറ്റം വരുത്തി ചേരനാട്ടിൽ വിപണനം വിനിമയം ചെയ്തിരുന്നു എന്നുകൂടി ഓർക്കണം. കുറച്ചുകൂടി അകത്തേക്ക് പോയി കഴിയുമ്പോൾ പലയി നിലം, പാലക്കാടൊക്കെ പലയി നിലമാണ്, ഉച്ചഭൂമിയാണ്. അവിടെയാണ് മറവ വിഭാഗങ്ങളുടെ കേന്ദ്രം. അവർ കൊള്ളക്കാരാണ്. കൊള്ള ചെയ്ത് കൊലയും കൊള്ളയും, കാരവൻസ്, സാർത്ഥവാഹക സംഘങ്ങൾ, ചാത്തുകൾ എന്ന് പറയും. ചാത്തുകളെ പതിയിരുന്ന് മലമടക്കുകളിൽ പതിയിരുന്ന് ആക്രമിച്ച് കീഴടക്കി അവിടെ സമ്പത്ത് കട്ടെടുത്തതിനു ശേഷം അത് പുനർവിതരണം ചെയ്യുന്ന ഏജൻസികളായിരുന്നു മറവന്മാർ. ഒരുപക്ഷെ ചേര രാജാക്കന്മാർ മറവ വിഭാഗത്തിൽ കൂടി പെട്ടവരായിരുന്നിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. നമ്മുടെ ചേര രാജാക്കന്മാർ പലരും വന്നിരുന്നത് ഈ പറയുന്ന തമിഴ്നാട് അതിർത്തിയിൽ, സേലം, കോയമ്പത്തൂർ ആ മേഖലയിൽ നിന്നാണ് ഒരുപക്ഷെ വന്നിരുന്നത് എന്ന് കൂടെ ഓർക്കണം. പിന്നെ ഉണ്ട് ഒരു മുല്ലൈ നിലം, മുല്ലപ്പൂ എല്ലാ പൂക്കളുടെ പേരാണ്. നെയ്തൽ, മരുതം, പാലൈ, മുല്ലൈ നിലം. അത് ചെറിയ ഉയർന്ന ഭൂമികളാണ്. അവിടെയൊക്കെ കുരുമുളക് കൃഷിയൊക്കെ നല്ലപോലെ കാട്ടുവിളയായിട്ടുണ്ടായിരുന്ന കുരുമുളക് പറിച്ചാണ് വിപണനം ചെയ്തിരുന്നതെന്ന് ഓർക്കണം. അവിടെ ഉണ്ടായിരുന്ന ഇടയന്മാർ, മറ്റു പല ആയർ, ഇടയർ, ഇങ്ങനെയൊക്കെ വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം വരുന്നതാണ് അങ്ങ് അറ്റത്ത് കുറിഞ്ചി നിലം. അത് ഇടുക്കി ജില്ല അല്ലെങ്കിൽ വയനാട് ജില്ലയുടെ കിഴക്കൻ മേഖലകൾ, അങ്ങനെയുള്ള കുറിഞ്ചി നിലം. ഈ 5 നിലങ്ങൾ, 5 തിണകൾ. അവിടുത്തെ ജീവിതം പരസ്പര സഹകരണത്തോടുകൂടി ഉള്ള ജീവിതമായിരുന്നു. ഈ നല്ല കാലത്തിന്റെ പേരാകുന്നു മാവേലി. അതുണ്ടായിരുന്നു, അപ്പം അത് തകർന്നു. അപ്പോൾ ഒരു ഏകദിന വിമോചനമാണല്ലേ ഓണം എന്ന് പറയുന്നത്. ഓണം യഥാർത്ഥത്തിൽ ഈ ഒരു പൊളിറ്റിക്കൽ ഓണം, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ഓണം, അതൊരു റിലിജിയസ് കൊണോട്ടേഷൻ വരുമ്പോഴാണ് സാഹചര്യങ്ങളിൽ ഒരു നിറം കലരുന്നത്. ഇവിടെ നിറം മാറ്റി നിർത്തി കുറച്ചുകൂടി അതൊരു പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ സൈഡ് മാത്രം നോക്കുകയാണെങ്കിൽ ആര്യ ആഗമനം കേരളത്തിൽ ഉണ്ടാകുന്നത്, വടക്കു നിന്നുള്ള ബ്രാഹ്മണ ഗ്രാമങ്ങൾ കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടു വരുന്നത് AD 7-ാം നൂറ്റാണ്ട്, 8-ാം നൂറ്റാണ്ട്, 9-ാം നൂറ്റാണ്ട്, 10-ാം നൂറ്റാണ്ട് കാലത്താണ്. അപ്പൊ ബ്രാഹ്മണ ആധിപത്യം കേരളത്തിൽ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരെ, ആദ്യത്തെ ചേരൻ ചെങ്കുട്ടുവനൊക്കെ കുട്ടുവനായിരുന്നു. കുട്ടുവൻ പെരുമാളായി മാറി. MGS നാരായണനൊക്കെ പറയുന്ന പെരുമാൾസ് ഓഫ് കേരള, അത് മഹോദയപുരം, മുച്ചൊരു പേര് ഇന്ന് നമ്മൾ കൊടുങ്ങല്ലൂർ എന്നാണ് പറയുന്നത്. അത് മഹോദയപുരമായി മഹാദേവർ പട്ടണം അല്ലെങ്കിൽ മഹോദയപുരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന 2ാം ചേരന്മാർ, അവരെ പെരുമാക്കന്മാർ എന്ന് വിളിക്കുന്നു. ആ പെരുമാൾ കാലത്തെ പെരുമാക്കന്മാരെ സൃഷ്ടിച്ചെടുത്ത ഘടന അത് ബ്രാഹ്മണിക്കൽ ഘടനയാണ്. അപ്പോൾ തന്നെ ഹൈന്ദവ ഘടനകൾ ആദിമരൂപത്തിൽ കേരളത്തിൽ വന്നു. ആ സമയത്താണ് ജാതി ആദ്യമായി, ഇപ്പൊ നായരി എന്ന ഒരു പദപ്രയോഗം തന്നെ ഒരു ശാസനത്തിൽ ആദ്യം കാണുന്ന 12-ാം നൂറ്റാണ്ടിലാണ്. തരിശപ്പള്ളി ചെപ്പേട്, അതിലാണ് ഈഴവർ, ഈഴക്കയ്യർ എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ കാണുന്നത്. അതായത് ശബരീശോയ്ക്ക് പിന്നെ ചേരരാജാവായ ഭാസ്കര രവിവർമ്മന്റെ കാലത്ത് ഈ വേണാടരചൻ അയ്യരടികൾ തിരുവടികൾ നൽകിയ വിടുപേറുകൾ, 72 വിടുപേറുകളുടെ ലിസ്റ്റാണ്. അവിടെയാണ് നമ്മുടെ ജാതി വ്യവസ്ഥയെക്കുറിച്ചും വിവേചനങ്ങളെക്കുറിച്ചും അളവ് തൂക്കങ്ങളെക്കുറിച്ചും കൈമാറ്റ വ്യവസ്ഥയെക്കുറിച്ചും ഒക്കെയുള്ള സൂചനകളുള്ളത്. അപ്പൊ ആ ഘട്ടം മുതൽ ചെറിയ വിവേചനമുണ്ടായി. 12-13 നൂറ്റാണ്ടുകളായപ്പോൾ വൻപൻ വിവേചനങ്ങളായി. ഉടമവർഗങ്ങൾ പലതും അടിമവർഗങ്ങളായി. പുതിയതായി കടന്നു വരുന്ന വിഭാഗങ്ങൾ സുപ്പീരിയർ ബ്രെയിൻ പവർ ആൻഡ് ടാക്ടിക്കൽ ജീനിയസ്, അവർ നിലവിലുണ്ടായിരുന്ന ഘടനകളെ അവർക്ക് അനുകൂലമായി മാറ്റിയെടുത്തു. അങ്ങനെയാണ് ക്ഷത്രിയ വിഭാഗമില്ലായിരുന്ന കേരളത്തിൽ ക്ഷത്രിയവൽക്കരിക്കപ്പെടുന്ന രാജവംശങ്ങൾ ഉണ്ടായത്. അങ്ങനെയാണ് പിന്നീട് സ്വരൂപങ്ങളുടെ കാലഘട്ടമായി ജനസാമ്രാജ്യം തകർന്നു, സ്വരൂപങ്ങളായി അങ്ങനെ കേരളം മാറി. അങ്ങനെയാണ് വിവേകാനന്ദൻ പിന്നീട് കേരളത്തെ ജാതിഖോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന ഭ്രാന്താലയമായി മാറ്റുന്നത്. അതായത് ഒരു കാലത്ത് കള്ളപ്പറയുമില്ല, ചെറുനാഴിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം എന്ന് പറയുമ്പോൾ നന്മകൾ വിളയാടിയിരുന്ന സ്ത്രീകൾക്ക് അന്തസ്സായി ജീവിക്കാൻ അവർക്ക് ഉടമവർഗങ്ങളായിരുന്നു. അവര് ആരും മറച്ചിരുന്നില്ല, ആരെയും പീഡിപ്പിച്ചിട്ടില്ല, ആരെയും പീഡിപ്പിച്ച ചരിത്രം സംഘകൃതികളിലില്ല. അവിടെ ഒന്നാന്തരം സാംസ്കാരിക കാര്യങ്ങളാണ്. പ്രേമജീവിതത്തെക്കുറിച്ച് മടലേറൽ, ഒരു സ്ത്രീയെ പ്രേമിച്ച് വിവാഹം കഴിക്കണമെങ്കിൽ ഒരു വീരനായിരിക്കണം. ഇപ്പൊ കാളപ്പോര് അല്ലെങ്കിൽ എന്താണ് ഇടറുതഴുതൽ, മഞ്ചു വിരട്ടൽ എന്നൊക്കെ പറയുന്ന കാളയോട്ടങ്ങൾ. അപ്പൊ കാളയെ മെരുക്കുന്ന വീരൻ,
അഴകിയെ ലഭിക്കും. അപ്പം അഴകി, വീരൻ എന്ന സങ്കല്പങ്ങൾ, അതുപോലെ ഒരു ഒരു വെറുതെ ഒരു പ്രപ്പോസൽ കൊടുത്താൽ പോരാ. അപ്പൊ നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പിസോഡൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ വരുന്നത് എങ്ങനെയാണ് പഴയ ഒരു വീര ഇതിഹാസം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓണം ആഘോഷിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകത്തില്ലേ? എള്ളോളം ഇല്ല പൊളിവചനം എന്ന് പറഞ്ഞിരുന്ന ഒരു കാലത്തിൽ നിന്ന് ഇന്ന് പൊളിവചനങ്ങളിലൂടെ മാത്രമാണ് നമ്മൾ ജീവിച്ചു പോരുന്നത്. നമ്മൾ പറയാറുണ്ടല്ലോ, പൊളിയാണ് മച്ചാ ഓണം. ഓണം പൊളിയാണ്, പൊളിച്ചടുക്കുകയാണ്. കമ്പോളത്തിൽ പൊളിച്ചടുക്കുന്ന ഓണമാണ്. സെൽ ആൻഡ് സെൽ ആൻഡ് ബൈ ആൻഡ് ബൈ, ഡിസ്കൗണ്ട്, ഓണം ഓഫേഴ്സ്. അതാണ് പൊളി. പൊളി വചനമല്ല, ഈ പരസ്യവാചകങ്ങളാകുന്ന പൊളി വചനങ്ങൾ. അത് ചില ഡിസ്കൗണ്ടുകളൊന്നും ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ കൺസ്യൂമറിസ്റ്റിക് ഓണമാണ്. മാവേലി വാമനനായി മാറുന്ന കാഴ്ച നോക്കൂ. മാവേലി എങ്ങനെയാണ്? എന്റെ മനസ്സിലെ മാവേലി കാരിരുമ്പിന്റെ കരുത്തുള്ള ചേരരാജാവാണ് മാവേലി. നല്ല മസ്കുലർ ബോഡിയുള്ള, സാമാന്യ കറുത്ത ശരീരമുള്ള, അഴകളവുകളെല്ലാം ഉള്ള, നല്ല അധ്വാനിച്ച് മണ്ണിൽ അധ്വാനിച്ച് ജീവിച്ച മാവേലി. മാവേലി മഹാമന്നൻ. ജാതിയില്ലാത്ത രാജ്യത്തെ ചേരരാജാവിന്റെ പ്രതീകമായ മാവേലിയെ കാണുന്നു. അതേസമയം ഇന്നോ മാവേലി ഒരു കോമിക് ക്യാരക്ടറായി ഗുണവേറുമായി നിൽക്കുന്ന അത് വാമനനാണ്. ചെറിയ വിഭാഗമാണ്. വടക്കു നിന്ന് വന്ന 32 ബ്രാഹ്മണ ഗ്രാമങ്ങൾ കേരളത്തിലും 32 ബ്രാഹ്മണ ഗ്രാമങ്ങൾ തുളുനാട്ടിലും വന്നപ്പോൾ അതിനർത്ഥം എന്താ? സ്മോൾ നമ്പർ ഓഫ് പീപ്പിൾ കെയിം ടു കേരള ആൻഡ് വൺ ദ ലാൻഡ്. മാവേലി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാജാവായിരുന്നു. വിദേശത്ത് നിന്ന് റോമൻ ട്രേഡേഴ്സ്, വിദേശ രാജ്യങ്ങളിൽ നിന്ന്, വിദേശ സ്ഥലങ്ങളിൽ നിന്ന് വന്ന മറ്റ് കച്ചവടക്കാർ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാരമ്പര്യമുള്ള ചേര രാജാവ് മണ്ണ് കൊടുത്തു, തലചായ്ക്കാൻ ഇടം കൊടുത്തു, കാല് വെച്ചു, ഭൂമി മുഴുവൻ അളന്നെടുത്തു, വിണ്ണ് മുഴുവൻ അളന്നെടുത്തു. അവസാനം തലയിൽ മഹാബലിയുടെ, ചേര ചക്രവർത്തിയുടെ തലയിൽ, ലിറ്ററലി അല്ല എങ്കിൽ പോലും ചേര പ്രതാപം അവസാനിപ്പിച്ചുകൊണ്ട് ജാതി ഘടനകളിലേക്ക്, അത് സൃഷ്ടിച്ച രാജത്വങ്ങളിലേക്ക് മാറിപ്പോയി. ഇവിടെയാണ് വാമനൻ പ്രസക്തനാകുന്നത്. വാമനൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. ഈ അസുരനായ മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഒരു ഡയമെൻഷനാണ്. പക്ഷേ ഇവിടെ മഹാബലി തിന്മയുടെ പ്രതിരൂപമായിരുന്നില്ല എന്നോർക്കണം. ആദിമ കേരളത്തിന്റെ, ആദിമ ചേരരാജ്യത്തിന്റെ നന്മയുടെ പ്രതീകമായിരുന്നു മഹാബലി. ആ നന്മ പാതാളം വരെ പോയിരിക്കുന്നു. ഒരിക്കലെങ്കിലും ആ നന്മയുടെ ഓർമ്മകൾ കൊണ്ടുവരണം. അതിന് കൊണ്ടുവരേണ്ട മഹാബലി വാമനന്റെ രൂപസാദൃശ്യമുള്ള മഹാബലി അല്ല, കുടവയറുള്ള ഓലക്കുട എന്തുന്ന മഹാബലി അല്ല, മറ്റു മഹാബലിയാണ്. അപ്പം കൊമേഴ്ഷ്യൽ ഓണത്തിന് ഒരുപാട് വിപണന സാധ്യതകൾ ഉള്ളത് കൊണ്ട് എല്ലാം വേഷം കെട്ടായി മാറുന്നു. പക്ഷെ മലയാളിക്ക് എല്ലാം മറന്നുകൊണ്ട് ഈ പാരമ്പര്യങ്ങളിലേക്കോ മറ്റൊന്നും കടന്നുകൊണ്ട് മനസ്സ് വേദനിപ്പിക്കാനോ അഭിശപ്തമായ ഓർമ്മകൾ തികട്ടിയെടുക്കാനോ ഒന്നും നിൽക്കാതെ സമൃദ്ധമായി, വിഭവസമൃദ്ധമായി ഓണമുണ്ടുക, വസ്ത്രം വാങ്ങുക, ആഘോഷിക്കുക. എന്തിനു മലയാളി ആഘോഷിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരുപക്ഷെ ഈ വാക്കുകൾ. നമ്മുടെ മനസ്സിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ മനസ്സിലേക്ക് തന്നെ മടങ്ങുന്ന ഒരു ചക്രവർത്തിയായി മഹാബലി മാറുന്നു എന്നുള്ളതാണ് എക്കാലത്തെ നന്മ, കാലാതീതമായ നന്മകളുടെ പ്രതിരൂപം. സർട്ടൻ ഐഡിയൽസ്, മാൻ ഗോസ് ബൈ സർട്ടൻ ഐഡിയൽസ്. അത് യഥാർത്ഥത്തിൽ ഉള്ളതുകൊണ്ടല്ല, ഇപ്പോൾ ഉള്ളതുകൊണ്ടുമല്ല, ഒരു കാലത്ത് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മധൈര്യമുണ്ട്. നമ്മുടെ തന്നെ നന്മകളിൽ, നമ്മുടെ പിതാക്കന്മാരുടെ, നമ്മുടെ മുൻ തലമുറകളുടെ നന്മകൾ, നമ്മുടെ അവരുടെയൊക്കെ പ്രൊഡക്ട്സ് ആണ് അല്ലേ. ഒരുപാട് മിശ്രണം സംഭവിച്ചു അല്ലേ, ഒരുപാട് കൾച്ചറൽ മിക്സിങ് സംഭവിച്ചു, ബ്ലഡ് മിക്സിങ് സംഭവിച്ചു. ആരും ശുദ്ധമായ വർഗങ്ങളല്ലല്ലോ, പരിശുദ്ധരായ ഒരു വർഗമില്ല. ഇന്റർ മാരേജസ് എല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു കാലത്ത് എല്ലാം പെർമിസിബിൾ ഒരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയുടെ ബാക്കി പത്രമാണ് ഇപ്പോൾ മനസ്സ് വിഭജിച്ചിരിക്കുന്നു. വിഭജിക്കപ്പെട്ട മനസ്സ് അതിർവരമ്പുകളില്ലാത്ത ഒരു നല്ല കാലത്തേക്ക് ഊളിയിടാൻ ലഭിക്കുന്ന അസുലഭമായ മുഹൂർത്തമായി ഓണത്തെ കാണുമ്പോഴാണ് ഓണം ഉണ്ണുന്നതിൽ അർത്ഥമുണ്ടാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.